ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ കുറച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കറിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആകുമ്പോൾ പുറത്ത് പോയി വാങ്ങിക്കാമെന്ന്. അപ്പോൾ മോൾക്ക് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ടൈറ്റാനിന് കിഴക്കായിട്ട് നല്ല 3-4 മീൻ കടകളുണ്ട് കേട്ടോ. ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങോട്ട് പോകുന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഒന്ന് പോയിട്ട് വരാവേ. അങ്ങനെ മഞ്ഞയിൽ വന്നു കേട്ടോ. ഇവിടുത്തെ മിച്ചർ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിറച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങളുടെ കൊല്ലത്ത് ഇരേപുരത്ത് അങ്ങനെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ, മുട്ടക്കടയെന്ന് പറഞ്ഞ് ഇരേപുരം ജംഗ്ഷനിൽ തന്നെ ആയിരുന്നേ. അത് ഇതുപോലത്തെ മിച്ചറായിരുന്നു, നിറച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ട് അടിപൊളി മിച്ചർ. ഞാൻ പിന്നീട് ചവറയിൽ വന്നതിന് ശേഷം ആ ഒരു മിച്ചർ ഞാൻ കഴിക്കുന്നത് ഈ മഞ്ഞയിലാണ് കേട്ടോ. വേറെ എവിടെ അങ്ങനെ ഒരു മിച്ചർ കിട്ടത്തില്ല, അത്ര വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല. ഇവിടുത്തെ നല്ല സൂപ്പർ മിച്ചറാട്ടോ. അങ്ങനെ പിന്നെ മോക്കുള്ള സ്നാക്സും ഒക്കെ വാങ്ങിച്ച് മിച്ചറും ഒക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങുവാന്ന്. ഇനിയിപ്പോൾ നമുക്ക് മീൻകടയിലോട്ട് പോകാവേ. മീൻകടയിൽ വന്നപ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്. നല്ല സൂപ്പർ മത്തി ഉണ്ടായിരുന്നു. മത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മത്തിയാണ്, ചവറയിലൊക്കെ മത്തി കേട്ടോ. നമ്മുടെ കൊല്ലത്തൊക്കെ നീച്ചാളയെന്ന് പറയും, ഇവിടെ അത് മത്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മത്തിയായിരുന്നേ. എനിക്കിവിടെ വന്ന് മത്തി പറഞ്ഞ് ഞാനും മത്തി കേട്ടോ പറയുന്നത്. അപ്പോൾ അടിപൊളി മത്തിയും നല്ല പാരയും അതുപോലെ കണവയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാരയും വാങ്ങിച്ച് മത്തിയും വാങ്ങിച്ച് കുറച്ച് കണവയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണവ എനിക്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കുഞ്ഞു കണവയായിരുന്നു, ഒത്തിരി വലുതൊന്നുമല്ല, എന്നിരുന്നാലും വാങ്ങിച്ചു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ കയറി. ഇത് ശങ്കരമംഗലത്ത് തന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു അമ്മാവൻ്റെ കട. ഇവിടെ നാടൻ പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നാട്ടോ പച്ചക്കറി വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാ പച്ചക്കറികളൊന്നും കിട്ടത്തില്ല, പക്ഷേ മെഴുക്കുവരട്ടാനും തോരൻ വെക്കാനൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ കുറച്ച് പയറും കത്തിരിക്കയൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനേ. സത്യം പറഞ്ഞാൽ മീൻ കൂട്ടാതെ മീൻ ഇല്ലേ എന്ന് ഇപ്പോൾ മീനിൻ്റെ ബഹളം തന്നെ കേട്ടോ. അപ്പോൾ ശങ്കരമംഗലം ആയപ്പോൾ അനിയൻ വിളിക്കുന്നിടെ മീനുണ്ട് അയിലയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ, അതും ഫ്രഷ് അയിലയായിരുന്നു, നല്ല വലിയ അയിലയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കുറേ മീൻമയമായിരുന്നു. ഞാൻ മീൻ കൂട്ടിയിട്ട് കുറേ ദിവസമായെന്ന് പറഞ്ഞ് ഞാൻ പരാതിയായിരുന്നു, ഈ ഒരു ടൂറൊക്കെ പോയിട്ട് മീൻ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു കേടെല്ലാം അങ്ങ് തീർക്കാൻ പറ്റി കേട്ടോ, ഇത്രയും മീനുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഓരോ പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവേ. അങ്ങനെ വെളിയിരുന്ന് മീൻ വെട്ടാന്ന് പറഞ്ഞ് പോയത്. പിന്നെയും വിചാരിച്ച് ഇരുട്ടല്ലേ, നമുക്ക് അകത്തിരുന്ന് വെട്ടാന്ന്. അപ്പം ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ മീൻ വെട്ടുവാണെങ്കിൽ ഇങ്ങനെ അകത്തൊരു ചാക്കൊക്കെ എടുത്തിട്ട് അകത്തിരുന്ന് വെട്ടും കേട്ടോ, അവിടെ വീഴാത്ത രീതിക്ക്. അപ്പോൾ കണവ് പിന്നെ ഇച്ചിരി നേരം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ താഴെ ഇരുന്ന് വെട്ടാന്ന് വെച്ച് ബാക്കി മീനൊക്കെ സിങ്ങിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വെട്ടിയത് കേട്ടോ. അങ്ങനെ കണവയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് നമ്മൾ മത്തി വെട്ടുന്നതാണ്. അങ്ങനെ മത്തി വെട്ടുവാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പാരയും വെട്ടണം, ഇനി അതുപോലെ തന്നെ അയിലയും വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ വെട്ടി വെട്ടി മാറ്റുവാണേ. സത്യത്തിൽ മീൻ വാങ്ങിച്ചപ്പോൾ രാത്രി ഏതെങ്കിലും എടുത്ത് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ അനിയൻ വന്നപ്പോൾ അപ്പച്ചി കുറച്ച് കറി കൊടുത്തിട്ടുണ്ടായിരുന്നു, മീൻ കറിയും രസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടുവിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രാത്രി എടുക്കുന്നതുകൊണ്ട് നമുക്ക് മീൻ കറിയൊന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവന്മാരെ എല്ലാവരെയും കൂടെ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കാവേ. അപ്പോൾ ഞാൻ ഓരോ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ നിരത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ എടുക്കാൻ നേരം ഒന്നുകിൽ തലേദിവസം രാത്രി എടുത്ത് താഴെ ഇങ്ങനെ വെച്ചേക്കും, അല്ലെങ്കിൽ എടുത്ത് പുറത്ത് വെക്കും. അപ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കും കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോഴത്തേക്കിന് വീർത്ത് ഒരു വരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പോയിട്ട് പെട്ടെന്ന് മേലൊക്കെ കഴിവന്ന് ഇനിയിപ്പോൾ അരിയൊക്കെ ആട്ടാനുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ ഇതെല്ലാം അടുക്കി ഫ്രീസറിനകത്ത് വെച്ചും കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പോയി മേലൊക്കെ കഴിവ് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മേലൊക്കെ കഴിയുന്ന ഇനിയിപ്പോൾ അരി ആട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോക്ക് രാവിലെ സ്കൂളിലൊക്കെ പോകണമല്ലോ, അങ്ങനെ പിന്നെ അതും അരച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.